ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്നെ ഉടമ്പടി സാക്ഷിയാക്കിയതിന് 1000 നന്ദി. എൻ്റെ പേര് മെർലി. ഞാൻ വരുന്നത് വരാപ്പുഴ പുത്തൻപള്ളി ഇടവക അംഗമാണ്. ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുത്തത് 9/2/21 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് 2017 എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ ഒപ്പമാണ് ഞാൻ വന്നത്. ഇത് ചേച്ചിയുടെ മകളാണ്. ഈ മകൾക്ക് വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിലും മരുന്നുകളൊന്നും കഴിച്ചില്ല. എന്നാൽ പോലും കുട്ടികളുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടിയിൽ ആ മകൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഉപ്പും തേനും കാശ് രൂപവും കൊടുത്ത് അവളോടും പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. രാവിലത്തെ പ്രാർത്ഥനയിൽ എൻ്റെ വയറ്റത്തെ ഉടമ്പടി തൈലം പുരട്ടി ആ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഈ ജൂലൈ മാസം 12-ാം തീയതി രാവിലെ, ശനിയാഴ്ചയായിരുന്നു മാതാവ് തന്നത്. രാവിലെ അവൾക്ക് വയറുവേദന വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ കുട്ടിക്ക് അനക്കക്കുറവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 2 തിരിയും കത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സർജറി നടന്ന്, സർജറിയിലൂടെ അമ്മ ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മകളെ തന്നെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ എല്ലാ മാസവും മുടങ്ങാതെ ഇവിടെ വരികയും പത്രം വാങ്ങിച്ച് എല്ലായിടത്തും നടന്ന് കൊടുക്കുകയും ചെയ്തു. വീടുകളിലും വഴികളിലും എല്ലാവർക്കും കൊടുക്കും. എല്ലാവരോടും എനിക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾ ഞാൻ പറയുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ഉപ്പ തേന കൊടുക്കുമെന്ന്. അപ്പോൾ ഞാൻ അവർക്കെല്ലാം അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യാറുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഓർഫനേജിൽ പോവുകയും രോഗികൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെ കൊണ്ടാവുന്ന വിധം ആഴ്ചകളിലെ മാസത്തിലായാലും ഞാൻ കൊടുക്കാറുണ്ട്. രോഗികളെ സന്ദർശിക്കുകയും ചെയ്യും. ആർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നുവോ അവർക്കെല്ലാവരും നല്ല അനുഗ്രഹങ്ങൾ കിട്ടുകയും അവർ എന്നോട് വിളിച്ചു പറയുകയും ചെയ്യും, ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന്. ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭവനത്തിലാണെങ്കിലും ഞങ്ങളെല്ലാ ദിവസവും എല്ലാവരും കൂടി പള്ളിയിൽ പോവുകയും പ്രാർത്ഥനയിലും എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ മക്കളും ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പേര് ഗീതു എന്നാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആൻറ്റിയുടെ പ്രാർത്ഥന കൊണ്ടായതാണ്. അതെനിക്ക് കുറച്ച് വിശ്വാസവും ഉണ്ട്. ഞാൻ എൻ്റെ ആൻറ്റി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നത് മാത്രം എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ തേനും ഉപ്പും ഒക്കെ എനിക്ക് തരാറുണ്ടായിരുന്നു. ഞാൻ അതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ആൻറ്റി പ്രാർത്ഥിക്കുന്നത് മാത്രം എനിക്കറിയില്ലായിരുന്നു. രാവിലെ പ്രാർത്ഥിക്കുന്നത് മാത്രം, തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നത് മാത്രം എനിക്കറിയില്ലായിരുന്നു. അതിന് ശേഷം നവംബർ 30-ാം തീയതിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ആൻറ്റിയെ വിളിച്ച് പറഞ്ഞത്. അതൊരു ശനിയാഴ്ചയായിരുന്നു. എന്നിട്ട് അതിന് ശേഷമാണ് ആൻറ്റി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നത്. എന്നിട്ട് നോർമലി പ്രാർത്ഥിക്കാറുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം ഡെലിവറി കഴിഞ്ഞു. ഡെലിവറിക്ക് ഹോസ്പിറ്റലിലായിരുന്ന സമയത്തും കുറച്ച് പ്രോബ്ലംസ് പറഞ്ഞിരുന്നു. കുട്ടിയെ കിട്ടാൻ പ്രയാസമാണെന്ന് വരെ ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം ആൻറ്റിയെ വിളിച്ച് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ആൻറ്റി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആൻറ്റി അപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 11:30 ആയപ്പോഴാണ് എൻ്റെ ഡെലിവറി നടന്നത്. അതും ശനിയാഴ്ച തന്നെയായിരുന്നു. ജൂലൈ 12 ശനിയാഴ്ചയായിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിട്ട് കുട്ടിക്കൊരു 7 ദിവസം ഒക്കെ ആയിട്ടുണ്ടാവും. വീട്ടിൽ വന്നതിന് ശേഷം ഒരു ദിവസം ഫുള്ളായിട്ട് കുട്ടി മൂത്രമൊഴിക്കുകയും അപ്പിയിടുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. രാവിലെ വൈകുന്നേരം വരെ ഞാനത് നോർമലായിട്ട് തന്നെ ആവും എന്ന് വിചാരിച്ചിരുന്നു. വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റി ഇതുപോലെ കുഞ്ഞി മൂത്രമൊഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആൻറ്റി അപ്പം തന്നെ എന്നെ കുട്ടിയായിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. എടുത്തിട്ട് ഞാൻ ചെന്നു. രൂപത്തിൻ്റെ നടയിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം കുട്ടിയുടെ തലയിൽ എണ്ണ പുരട്ടി തുടങ്ങിയപ്പോൾ തന്നെ കുട്ടി മൂത്രമൊഴിച്ചു. അത് എനിക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റാത്തൊരു സാക്ഷ്യമാണ്. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു 3 മാസം കഴിഞ്ഞു. ആൻറ്റി എന്നോട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പോകാം, അവളൊന്നും കൂടി ഒന്നായിട്ട് പോകാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞു. ഞാനിതുപോലെ തന്നെ ഉണ്ണി ഉറങ്ങുമായിരുന്നു.
രാവിലെ എഴുന്നേറ്റിരുന്നു. ഞാൻ ബാത്റൂം പോകാൻ വേണ്ടി എഴുന്നേറ്റതാണ്. ബാത്റൂം പോകാൻ വേണ്ടി എഴുന്നേറ്റ് വന്നതിന് ശേഷം എനിക്ക് പിന്നെ ഒട്ടും ഒരടി നടക്കാൻ പറ്റാത്ത രീതിയിൽ വയറ് ഭയങ്കര വേദന തുടങ്ങി. വയറുവേദന എടുത്ത് സഹിക്കാൻ പറ്റാത്ത വേദനയായി. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ആസ്പത്രി പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ചുകൂടി നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. നോക്കിയിട്ട് പോകാമെന്ന് പറയണതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ ആൻറ്റിയോട് ചേട്ടനോട് പറഞ്ഞു എനിക്ക് തേനെടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തേനെടുത്ത് തന്നു. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഇത്തിരി തേനെടുത്ത് ഞാൻ കുടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല എന്നാണ്. വന്ന വയറുവേദന ഏത് വഴി പോയെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ഇത് എനിക്ക് നേടിത്തരുന്നുണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ. അതിനേക്കാളും ഏറ്റവും അതിശയം 5 മണി കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ മോള് എപ്പോഴായാലും എഴുന്നേക്കും എന്നുള്ളതാണ്. രാവിലെ 5 മണി കഴിയുമ്പോൾ എങ്ങനെയായാലും അവൾ എഴുന്നേറ്റ് ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. രാവിലെ 5:30-ക്ക് ശേഷമുള്ള ഡെലിവറിയുടെ ഞാൻ ഇരിക്കാറുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞ് അതിന് അവളും എന്നോടൊപ്പം ഇരിക്കാറുണ്ട്. അതിന് ശേഷമേ അവൾ പിന്നെ കിടന്നുറങ്ങാറുള്ളൂ. ഒരു 6:30-6:45 വരെ അവൾ എഴുന്നേറ്റിരിക്കും. അതിന് ശേഷം അവൾ കിടന്നുറങ്ങും. ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ആത്മീയമായിട്ട് എല്ലാ ദിവസവും ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാവരും ഞങ്ങൾ പള്ളിയിൽ പോവുകയും 2 ആഴ്ചത്തുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും ചെയ്യുന്ന എൻ്റെ മെഴുകുതിരിയിൽ എന്നും മാതാവിൻ്റെ ഹൃദയവും തിരുഹൃദയത്തിൻ്റെ ഹൃദയവും അല്ലെങ്കിൽ പൂവുകൾ അതെല്ലാം വിരിയും. ഞാൻ എന്ത് സങ്കടത്തോട് പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ തന്നെ അടയാളങ്ങൾ സംഭവിക്കും. എല്ലാത്തിനും അമ്മയ്ക്ക് 1000 നന്ദി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും നിത്യത വരെ അമ്മയുടെ ഉടമ്പടി ജീവിച്ചോളാമെന്ന് ഞാൻ പൂർണ്ണമായും അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് ഞാൻ പോവുകയില്ല. ദൈവമേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. ഞങ്ങളങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 75 1-ാം വചനം. നന്ദി പറയുന്നു, കൃതജ്ഞത അർപ്പിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ആഴത്തിലുള്ള നന്ദിയും ഹൃദയപൂർവമായ ആരാധനയുമാണ്. ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ മറക്കാതെ അവയെ മറ്റുള്ളവരെ അറിയിക്കുകയും സാക്ഷ്യമായി പറയുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സാക്ഷ്യം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഈ മകൾക്കും കുടുംബത്തിനും, മെർലിൻ തോമസ് എന്ന മകളും കുടുംബവും നമ്മളോട് ഷെയർ ചെയ്ത ഈശോയും അമ്മയും കണിഞ്ഞു കൊടുത്ത ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത്. ആ സാക്ഷ്യത്തിന്, ആ ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഈ കുഞ്ഞു വാവയുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇന്ന് ഇവരിവിടെ വന്നിരിക്കുന്നത്. സാക്ഷ്യം വെറും വാക്കുകളിലല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഓർത്ത് നന്ദി പറയുന്നതാണ് സത്യമായ പ്രാർത്ഥനയും ആരാധനയും. ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതിൻ്റെ കൂടെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയും. പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെയും അമ്മ കേൾക്കാതിരുന്നിട്ടില്ല, ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാതിരുന്നിട്ടില്ല. ഈ മകൾക്ക് 5 വർഷമായി കുട്ടികളില്ലായിരുന്നു. പല ഡോക്ടേഴ്സിനെയും കണ്ടു, പക്ഷെങ്കിൽ എന്താ കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നീടാണ് ഈ മകൾ മെർലിൻ അമ്മയുടെ ചേച്ചി വന്ന് പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിച്ചത്. ഉടമ്പടി വസ്തുക്കളാണ് ഈ ചേച്ചി മകൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തത്. തേനും ഉപ്പുമൊക്കെ കഴിക്കുമായിരുന്നു. ആദ്യം അറിയില്ലായിരുന്നു ഉടമ്പടിയെപ്പറ്റി. പിന്നീടാണ് ഈ മകൾ അറിഞ്ഞത് ഈശോയും അമ്മയെപ്പറ്റിയും, കൂടുതൽ ആഴത്തിലറിഞ്ഞത് കൃപാസന അമ്മയെപ്പറ്റിയും സമയചുരുക്കത്തിൻ്റെ അമ്മയെപ്പറ്റിയുമാണ് ഈ മകൾ കൂടുതൽ അറിയാൻ വീണ്ടും താല്പര്യമായിരുന്നു. അങ്ങനെയാണ് 5 വർഷത്തിൻ്റെ ഗ്യാപ്പുള്ള ഇവരുടെ ജീവിതത്തിൽ വെറും ഒരു 2 മാസം കൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇവർക്ക് ഈ മകളെ നൽകി അനുഗ്രഹിച്ചത്. സമയചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മൾ ഓരോ പ്രാവശ്യം വന്ന് പ്രാർത്ഥിക്കുന്നത്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇവിടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ 5 വർഷം വേറെ 2 മാസമാക്കി മാറ്റി ആണ് ഇവർക്ക് വലിയൊരു അനുഗ്രഹം നൽകി ഇവരെ അനുഗ്രഹിച്ചത്. പ്രത്യേകിച്ചും ഡെലിവറിയുടെ സമയത്ത് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും ഇവരുടെ വിശ്വാസം തകർക്കാതെ ഈശോയും അമ്മയും ഇവരെ താങ്ങി നിർത്തുകയായിരുന്നു. പിന്നീട് ഇവരെ പ്രാർത്ഥിച്ച് വീണ്ടും കുട്ടിക്ക് പല പ്രാവശ്യവും പ്രശ്നങ്ങളുണ്ടായെങ്കിലും
ഓരോ പ്രാവശ്യവും ഈശോയും അമ്മയും കൂടെ നിന്ന് പല അടയാളങ്ങളിൽ കൂടിയാണ് അവരുടെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ കാണിച്ചത്. ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു. തൈലം ആ കുട്ടിയുടെ തലയിൽ തൊട്ടപ്പോൾ തന്നെ ആ കുട്ടിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു. നമ്മൾ നമ്മുടെ ജീവിതത്തിലും പല പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളിലുമാണ് ഈ ആലയത്തിൽ വന്ന് കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്കും ഒരു സമയം വരും നന്ദി പറയാനും കൃതജ്ഞത അർപ്പിക്കാനും. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. ദൈവത്തിന് പ്രവൃത്തികൾ പ്രകീർത്തിക്കുന്നത് ഒരു യഥാർത്ഥ സാക്ഷ്യമാണ്. ഈ മക്കളും കുടുംബവും ഇന്ന് വന്നത് ആ സാക്ഷ്യത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കാനായിട്ടാണ്. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളും മറയ്ക്കാതെ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അങ്ങനെ ഉടമ്പടിയുടെ ജീവിതത്തിൽ ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. മെള്ളിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.